കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 319 320 ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇതിനു മുമ്പ് എല്ലാ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസും കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അങ്ങനെ നമ്മുടെ മാജിക് നൈറ്റ്സും കിങ് ഓഫ് ദി ഡെവിൾസും ഉള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുവാണ്. അവരെല്ലാവരും അവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഞങ്ങൾ എല്ലാവരും മാജിക് നൈറ്റ്സിന്റെ ക്യാപ്റ്റൻസ് ആണ്. എങ്കിലും റില്ലിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഈ ഗ്രാവിറ്റിയിൽ ഞങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇവനൊട്ടും നിസാരക്കാരനല്ല, അവൻ തികച്ചും ഒരു മോൺസ്റ്റർ തന്നെയാണ്. അപ്പൊ തന്നെ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ജാക്ക് കിടന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജാക്കും മറി ലിയോണും കൂടെ ഒരുമിച്ച് നമ്മുടെ ലൂസിഫറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അവർ രണ്ടുപേരും അറ്റാക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മറി ലിയോണയുടെ പവേഴ്സ് കൊണ്ട് അവനെ പൊള്ളിക്കാനോ ജാക്കിന്റെ പവേഴ്സ് കൊണ്ട് അവനെ മുറിക്കാനോ സാധിക്കുന്നില്ല. അവർ രണ്ടുപേരും ഞെട്ടി തരിച്ചു നിൽക്കുവാണ്. ജാക്കിനെ അടിച്ച് നേരെ താഴത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ മറി ലിയോണ വലത്തെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പോയിന്റ്ലെസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരുടെ കൈ മുറുക്കി പിടിച്ച് ആ കൈ ഒടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ ഇടിച്ച് ദൂരത്തേക്ക് ഇടുന്നുണ്ട്. ആ സമയത്ത് തന്നെ നോസിൽ അവിടേക്ക് വന്ന് പുള്ളിക്കാരനെ ക്യാച്ച് ചെയ്തിട്ട് നമ്മുടെ ലൂസിഫറിനെ അറ്റാക്കും ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അടുത്ത സെക്കൻഡിൽ നോസിൽ കാണുന്നത് പുള്ളിക്കാരന്റെ മുഖത്ത് നമ്മുടെ ലൂസിഫറുടെ കൈ ഇരിക്കുന്നതാണ്. ലൂസിഫർ നോസിലിനെടുത്ത് ദൂരത്തേക്ക് എറിയുന്നുണ്ട്. ഫുജിലിയോന്റെ ആ ഒരു ഡ്രാഗൻ നമ്മുടെ ലൂസിഫറുടെ തൊട്ട് പുറകിലുണ്ടായിരുന്നു. എന്നിട്ട് ആ ഡ്രാഗൻ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഫയർ ബോൾ അറ്റാക്കും ചെയ്യും. ഇത്രയും വലിയൊരു അറ്റാക്ക് ആണെങ്കിൽ കൂടി ലൂസിഫറുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നിട്ട് ആ ഒരു ഡ്രാഗന്റെ വായിൽ പിടിച്ചുകൊണ്ട് എടുത്ത് എറിയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം നമ്മുടെ ദോറോത്തി പുറകിൽ കൂടെ വന്നിട്ട് നമ്മുടെ ലൂസിഫറിനെ പുള്ളിക്കാരുടെ ഡ്രീം മാജിക്കിൽ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കിങ് ഓഫ് ദി ഡെവിൾസിന് വേണ്ടി അത് ഒന്നും തന്നെ അല്ലായിരുന്നു. പുള്ളിക്കാരിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മുടെ ലൂസിഫർ അവിടെ ഓവർ പവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സേക്ക് പറയുന്നുണ്ട്, അവർ ക്യാപ്റ്റൻസ് ആണ്, പക്ഷേ അവർക്ക് അവനെ തൊടാൻ പോലും സാധിക്കുന്നില്ല. എന്ത് ചെയ്യാൻ സാധിക്കും ഞങ്ങൾക്ക്, ഇവനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പേടിച്ച് വിറച്ചവിടെ കിടക്കുവാണ്. ഈ ഒരു സമയത്ത് തന്നെ പുള്ളിക്കാരൻ ഷാർലറ്റിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നീയൊക്കെ വെറും ലോൺലി ഹ്യൂമൻസ് ആണ്, എന്റെയൊക്കെ ഫ്രണ്ടിൽ നീ ഒന്നും തന്നെയില്ല. എന്നിട്ട് എന്തിനാണ് എന്നോട് ഇത്ര കഷ്ടപ്പെട്ട് നീയൊക്കെ ബാറ്റിൽ ചെയ്യാൻ നോക്കുന്നത്? അപ്പോൾ തന്നെ നമ്മുടെ മറി ലിയോണ വീണ്ടും അവിടേക്ക് വന്ന് ലൂസിഫറിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ലൂസിഫർ വീണ്ടും അവളെ അറ്റാക്ക് ചെയ്ത് ദൂരത്തേക്ക് വിടുന്നുണ്ട്. തെറിച്ചു പോകുന്ന സമയത്തും പുള്ളിക്കാർ പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടൈറ്റിൽ സ്ട്രോങ്സ്റ്റ് എന്നാണ്, അത് ഞങ്ങൾക്ക് ചുമ്മാ കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വീണ്ടും ഉയർത്തെഴുന്നേക്കുന്നുണ്ട്. ഇത് കാണുന്ന നേരത്ത് നമ്മുടെ ലൂസിഫർക്ക് വീണ്ടും ചൊറിഞ്ഞു കയറുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ആ സ്റ്റാഫ് പുള്ളിക്കാരനെ പുറകിൽ വന്നിട്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ നേരത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ പോലുള്ളവർക്ക് ഒരു മാജിക് നൈറ്റിന്റെ ഒരു മഹത്വം മനസ്സിലാത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യും. അതാകട്ടെ നമ്മുടെ ലൂസിഫർ ഡോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ ഒരു കൊമ്പ് മുറിക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മുടെ ലൂസിഫറയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ ആസ്റ്റനെ വലിച്ചെടുത്ത് താഴെ ഇട്ടിട്ട് പുള്ളിക്കാരനെ നിർത്താതെ ചവിട്ടുന്നുണ്ട്. നിനക്ക് എത്ര ധൈര്യമായിട്ടാണ്, നിനക്ക് മാജിക് പോലും ഇല്ല, എന്നിട്ട് നിന്റെ ശരീരത്തിൽ തൊടുമെന്ന് ചോദിച്ചുകൊണ്ട് ഇട്ട് ചവിട്ടി കൂട്ടുവാണ്. വീണ്ടും മറി ലിയോണ തന്നെ അവിടേക്ക് വന്ന് ലൂസിഫറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ദൊറോത്തി ഷാർലറ്റും കൂടെ ആസ്റ്റനെ റെസ്ക്യൂ ചെയ്യും. ആന്റി മാജിക്ക് മാത്രമേ അവന്റെ മേത്ത് വർക്ക് ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആസ്റ്റനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റനെ പ്രൊട്ടക്ട് ചെയ്യുവാണ് അവർ. എന്നിട്ട് നമ്മുടെ ഷാർലറ്റ് ലൂസിഫറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലൂസിഫർ ഒരു കൈ കൊണ്ട് തന്നെ അത് ബ്ലോക്ക് ചെയ്തിട്ട് രണ്ടായിട്ട് വലിച്ചു കീറിക്കൊണ്ട് വരുന്നുണ്ട്. നീയൊക്കെ എന്റെ ഫ്രണ്ടിൽ തന്നെ പൊക്കോളെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ജാക്ക് അവിടേക്ക് വന്ന് ലൂസിഫറിനെ അറ്റാക്ക് ചെയ്ത് ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് പറയുന്നുണ്ട്, അങ്ങനെ എന്റെ ഫ്രണ്ടിൽ കിടന്ന ഒരു ചെറുക്കൻ ഷോ കാണിക്കുന്നത് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, മുമ്പിൽ നിന്ന് തന്നെ പൊക്കോന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാക്കിനെ ലൂസിഫർ എടുത്ത് ദൂരത്തേക്ക് എറിയുന്നുണ്ട്. അപ്പൊ തന്നെ നോസിലും അവിടേക്ക് വരും. എന്നാൽ വന്ന പോലെ തന്നെ നമ്മുടെ നോസലിനെ ലൂസിഫർ അടിച്ച് ദൂരത്തേക്ക് വിടുന്നുണ്ട്. അതേസമയം നമ്മുടെ ലൂസിഫറുടെ ബാക്കിൽ മറി ലിയോണയും ഫുജിലിയും കൂടെ ഒരു കോംബോ അറ്റാക്കിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ആസ്റ്റയുടെ ഫ്യൂച്ചറിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ആ ഒരു അറ്റാക്കും ചെയ്യും. മിണ്ടാതിരുന്നോ, നീയൊക്കെ കാരണം ഞാൻ ഇറിറ്റേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവർ രണ്ടുപേരെ നമ്മുടെ ലൂസിഫർ ഓവർ പവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫുജിലിയോനെ എടുത്തുകൊണ്ട് നമ്മുടെ റിലിന്റെ ക്യാസിൽ ആ ക്യാസിൽ നോക്കി എറിയുന്നുണ്ട്. ആ ക്യാസിൽ തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോയിരുന്നുണ്ട്. അവരെല്ലാവരും ചോരൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് താഴത്തേക്ക് വീഴുന്നുണ്ട്. അപ്പൊ മറ്റൊരു ഡെവിലില്ലേ, ആ ഡെവിൽ പറയുന്നുണ്ട്, ആ മാൻഷൻ മാജിക്കുള്ള കാരണമാണ് അവർ ഇത്ര നേരം പിടിച്ചിരുന്നത്, അല്ലാതെ അവർക്കൊന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല, അല്ലെങ്കിൽ അവരൊക്കെ മനുഷ്യരല്ലേ, ഇനി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ ഗെയിം ഓവർ ആയിട്ടുണ്ട്, അവനാണ് എല്ലാത്തിനും കാരണം, ഈ ഒറ്റൊരുത്തം കാരണമാണ് ഇതെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആസ്റ്റനെ കൊല്ലാൻ വേണ്ടി ലൂസിഫർ പുള്ളിക്കാരന്റെ ശരീരത്തിന്റെ മേളിലെത്തിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ആസ്റ്റ ഡിസിപ്പിയർ ആണ്. അങ്ങനെ ലൂസിഫർ നോക്കുന്നത് പുള്ളിക്കാരന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റാർ നിൽപ്പുണ്ട്. ദൂരത്താകട്ടെ നമ്മുടെ യൂണോനെ കാണാം. യൂണോ ആസ്റ്റനെ സേവ് ചെയ്തിട്ട് നമ്മുടെ യൂണോ പറയുന്നുണ്ട്, ആസ്റ്റ നീ ഇപ്പൊ എന്റെ കടത്തിലാണ് ഉള്ളത്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങോട്ട് അവസാനിക്കുന്നത്.